മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരിക്കുന്നു. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, അപ്രതീക്ഷിതമായുണ്ടായൊരു പ്രതിഷേധമായിരുന്നു ഇത്? തീർച്ചയായും മനുജ, അപ്രതീക്ഷിതമെന്ന് തന്നെ വേണം പറയാൻ. BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. അത് ഇവിടെ ശീതീകരിച്ച വെയിറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയിരുന്നു. MP VK ശ്രീകണ്ഠൻ, രാഹുൽ മാങ്കൂട്ടം എന്നിവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് 5ഓളം അല്ലെങ്കിൽ 6ഓളം വരുന്ന BJP പ്രവർത്തകർ BJP നേതാവ് ശശികുമാറിന്റെ നേതൃത്വത്തിൽ പൊടുന്നനെ ഇവിടേക്ക് പാഞ്ഞെടുത്തത്. ഇതിനുശേഷം BJP പ്രവർത്തകർ കരിങ്കൊടി വീശുകയായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ല, പല കരാറുകൾക്കും ടെൻഡറുകൾ നൽകിയിട്ടില്ല എന്നതടക്കം ആരോപിച്ചായിരുന്നു ഈ ഒരു സമരം നടന്നത്. എന്തായാലും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ഈ പ്രതിഷേധക്കാരെ നേരിടുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം എഴുന്നേറ്റ് പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. ഏതാണ്ട് 10 മിനിറ്റ് നേരം അദ്ദേഹം അവരുമായി സംസാരിച്ച ശേഷം പിന്നീട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വലിയ തോതിലുള്ളൊരു സംഘർഷ സാധ്യതയിലേക്ക് പാലക്കാട് കടന്നിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം ഓരോ ഘട്ടങ്ങളുമായി പരിഹരിച്ച് വരികയാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാർ അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധക്കാരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധക്കാരെ വലിച്ചഴച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. BJP പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങ് സുഗമമായി തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ കാണുന്നത്. എന്തിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇത്, ശ്രീജിത്ത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെയും പുതുതായി ആരംഭിക്കുന്ന ബസ് സർവീസുകളുടെയും ഉദ്ഘാടനമാണ് കഴിഞ്ഞത്. മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്ന MLA രാഹുൽ മാങ്കൂട്ടോ VK ശ്രീകണ്ഠനുമായി സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടാവുന്നതാണ്. അദ്ദേഹം സംസാരിക്കുമെന്നാണ്. ഇവിടെ പോലീസ് സ്റ്റേറ്റ് പോസ്റ്റില്ല, പിറ്റ് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ AC റൂം ഉദ്ഘാടനം ചെയ്യുന്നത്. അത് പെയ്ഡ് സർവീസ് അല്ലേ, സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറന്നത്? ബസ്സുകൾ മുഴുവൻ റോഡിലെ പാർക്ക് ചെയ്യുന്നത്. എത്ര അപകടങ്ങൾ! പാലക്കാട്ടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരെ BJP-യുടെ പ്രതിഷേധമുണ്ടായത്. അവിടെ ശീതീകരിച്ച KSRTC റൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയതായിരുന്നു. ഒപ്പം തന്നെ പുതിയ ബസ് സർവീസുകളുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൂടി എത്തിയതായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി BJP-യുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായത്. അടിസ്ഥാന സൗകര്യങ്ങളില്ല KSRTC ബസ് സ്റ്റാൻഡിൽ, കംഫർട്ട് സ്റ്റേഷൻ ഇല്ല, കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകളുടെ പ്രവർത്തന കേന്ദ്രമാണ് അവിടം എന്നൊക്കെ പറയുകയാണ്. അവിടെ പോലീസ് ഇല്ല, പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്.